ഹലോ മക്കളെ, തെർമോഡൈനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. എക്സാംസ് ഒക്കെ അടുത്തെത്തി, അപ്പം എക്സാംസ് ഒക്കെ ഈസി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, നോക്കാം. വേഗത്തിൽ നമുക്ക് ചെയ്തു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോട്ട് കോഫി ഇൻ എ തെർമോ ഫ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സിസ്റ്റം. മക്കളെ, ഹോട്ട് കോഫി ഇൻ എ തെർമോ ഫ്ലാസ്ക്, നിങ്ങൾക്കറിയാം തെർമോ ഫ്ലാസ്ക് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം 3 ടൈപ്പ് സിസ്റ്റങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ഓപ്പൺ സിസ്റ്റം, ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം, ഒന്ന് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിൽ തെർമോ ഫ്ലാസ്ക് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താ തെർമോ ഫ്ലാസ്കിന്റെ പ്രത്യേകത? അതിൽ നിന്ന് ഹീറ്റും എനർജിയും മാറ്ററും പുറത്തു പോവില്ല, സറൗണ്ടിങ്ങിലേക്ക് പോവില്ല. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം, തുറന്നു വെച്ച ഗ്ലാസ്സിലെ ചായ, അതിൽ നിന്ന് എനർജിയും പോകും മാറ്ററും പോകും. ക്ലോസ്ഡ് സിസ്റ്റം, അടച്ചു വെച്ച ഗ്ലാസ്സിലെ ചായ, അതിൽ നിന്ന് എനർജി പോകും പക്ഷെ മാറ്റർ പോവില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോ തെർമോ ഫ്ലാസ്കിലെ ചായ ഏത് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്? ഐസൊലേറ്റഡ് സിസ്റ്റം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ, താഴെ പറയുന്നതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? മക്കളെ, 2 ടൈപ്പ് ഫംഗ്ഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രിക്ക് വെച്ച് പഠിക്കുന്നതാണ്. പാത്ത് ഫംഗ്ഷൻ ആകെ 2 മക്കൾ ഓർത്താൽ മതി, ഒന്ന് ഹീറ്റും ഒന്ന് വർക്കും. പാത്ത് ഫംഗ്ഷനായിട്ട് നിങ്ങൾ ആകെ 2 പാത്ത് ഫംഗ്ഷൻസ് ഓർത്താൽ മതി ഈ ചാപ്റ്ററിൽ, ഹീറ്റും വർക്കും. അതല്ലാത്തത് എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ ഇതിൽ തന്ന വർക്ക് പാത്ത് ഫംഗ്ഷൻ ആണ്, എൻട്രോപ്പി സ്റ്റേറ്റ് ആണ്, എൻതാൽപ്പി സ്റ്റേറ്റ് ആണ്, ഗിബ്സ് എനർജി സ്റ്റേറ്റ് ആണ്. സോ വർക്ക് മാത്രമാണ് നമ്മുടെ പാത്ത് ഫംഗ്ഷൻ. യെസ്. സ്റ്റേറ്റ് ഹെസസ് ലോ, ഇല്ലസ്ട്രേറ്റ് ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഹെസസ് ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം, ഇല്ലസ്ട്രേറ്റ് ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഞാൻ ആദ്യം അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ, നിങ്ങളുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ നിങ്ങൾ ബി ആക്കി മാറ്റി. ഓക്കെ, ആക്കിക്കോട്ടെ. ഇനി മറ്റൊരാൾ വന്ന് ആ എയെ സി ആക്കി മാറ്റി, സിയെ ഡി ആക്കി മാറ്റി, ദെൻ ഡിയെ ബി ആക്കി മാറ്റി. സോ എയെ ബി ആക്കാൻ നിങ്ങൾക്ക് ഉപയോഗിച്ച എനർജി ഡെൽറ്റ എച്ച്, നിങ്ങൾ ഉപയോഗിച്ച എൻതാൽപ്പി ഡെൽറ്റ എച്ച്. പക്ഷേ എയെ സി ആക്കാൻ നിങ്ങൾ ഉപയോഗിച്ച എൻതാൽപ്പി ഡെൽറ്റ എച്ച് 1, സിയെ ഡി ആക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചത് ഡെൽറ്റ എച്ച് 2, ഡിയെ ബി ആക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചത് ഡെൽറ്റ എച്ച് 3. ദെൻ ഹെസസ് ലോ പറയുന്നത് എന്താണെന്നറിയോ? എ ബി ആയത് ഒരൊറ്റ സ്റ്റെപ്പിലാണ്, പക്ഷേ എ സിയിലൂടെയും സി ഡിയിലൂടെയും ഡി പിന്നെ ബി ആയതും മൾട്ടിപ്പിൾ സ്റ്റെപ്പിലാണ്. പക്ഷേ എത്രയൊക്കെ സ്റ്റെപ്പ് പോയാലും എ ബി ആകാൻ ഉപയോഗിച്ച എൻതാൽപ്പി തന്നെയായിരിക്കും എ സിയിലൂടെയും സി ഡിയിലൂടെയും ഡി ബിയിലൂടെയും പോയപ്പോഴുണ്ടായ എൻതാൽപ്പി ചേഞ്ച്, വിച്ച് മീൻസ് ടോട്ടൽ എൻതാൽപ്പി എപ്പോഴും സെയിം ആയിരിക്കും. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3. അപ്പോൾ എന്താ സ്റ്റേറ്റ് ഹെസസ് ലോ പറയാൻ പറഞ്ഞാൽ, ഒരു പ്രോസസ്സിലെ ഒരു റിയാക്ഷനിലെ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. അത് ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച്, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് സെയിം. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് സെയിം. Enthalpy change of a reaction is same. Then whether the reaction takes place in single step or several steps. Okay, set. Single step or several step. ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും ഒന്നിലധികം സ്റ്റെപ്സിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3. ഞാൻ നിന്നിട്ട് കാണാത്ത പ്രശ്നമല്ലല്ലോ. യെസ്, ഇതാണ് നമ്മുടെ ആൻസർ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. റെഡി. ഇത് ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എൻട്രോപ്പി ഓഫ് സോളിഡ് ഇൻക്രീസസ് ഓൺ മെൽറ്റിംഗ്. സോളിഡിന്റെ എൻട്രോപ്പി മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? മക്കൾക്കറിയാം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ്. അല്ലേ? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ്. ഇതാണ് എൻട്രോപ്പി. അപ്പൊ മക്കളെ, ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഒരു സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ എൻട്രോപ്പി കൂടും, ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ എൻട്രോപ്പി കൂടും, വിച്ച് മീൻസ് എൻട്രോപ്പി ഓഫ് സോളിഡ് ഇൻക്രീസസ് ഓൺ മെൽറ്റിംഗ്. യെസ്, എൻട്രോപ്പി ഓഫ് സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. കറക്റ്റ്.
കറക്റ്റ് ആണ്. കാരണം എന്താ ഡിസോർഡർ കൂടും. കാരണം സോളിഡിൽ പാർട്ടിക്കിൾസ് ഇതാ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ലിക്വിഡ് ആകുമ്പോൾ അറേഞ്ച്മെന്റ് ഡിസോർഡർ ആവും. സോ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർഡർ ഡിസോർഡർ ആവുന്നു, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഡിസോർഡർ ആവുന്നു. ഓക്കെ, അപ്പോൾ അത് പോയിന്റ് സെറ്റാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ചേഞ്ച്? മക്കൾക്കറിയാം ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q/T ആണ്. ദെൻ ക്യൂവിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ജൂൾ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം കെൽവിൻ. സോ യൂണിറ്റ് ഈസ് ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. സെറ്റ്, റെഡി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4, CO2 ആൻഡ് H2O. മക്കളെ, മൂന്നാളുകളുടെ ഫോർമേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. CH4ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, CO2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, H2Oന്റെ വാല്യൂ തന്നിട്ടുണ്ട്. CH4ന്റെ വാല്യൂ ഇതാ -74.85, CO2ന്റെ വാല്യൂ ഇതാ -393.5 ആൻഡ് H2Oന്റെ വാല്യൂ ഇതാ -286. ആൻഡ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീഥേൻ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻതാൽപ്പി കാണണം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീഥേൻ. മീഥെയിൻ കമ്പഷൻ ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ കാണാം. അഥവാ മീഥെയിൻ്റെ കമ്പഷൻ റിയാക്ഷൻ എങ്ങനെ എഴുതണം അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. മീഥെയിൻ എന്ന് പറഞ്ഞാൽ CH4 ആണെന്ന് നമുക്കൊക്കെ അറിയാം. സോ CH4 അതിൻ്റെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. സോ ഓക്സിജൻ. സോ CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CH4 ഗ്യാസ് ആണ്, ഓക്സിജനും ഗ്യാസ് ആണ്. സോ മീഥെയിൻ കമ്പഷൻ നടത്തുന്നു. ഏതൊരു ഹൈഡ്രോ കാർബണിൻ്റെയും കമ്പഷൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കുമെന്ന് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. യെസ്. സോ മീഥെയിൻ കമ്പഷൻ നടത്തുമ്പോഴുള്ള റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതി. ദെൻ ഇനി എന്താ എഴുതേണ്ടത്, വെരി സിമ്പിൾ. വെരി സിമ്പിൾ. CH4ന്റെ വാല്യൂ, ഫോർമേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. CH4ന്റെ ഫോർമേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ -74.85. ദെൻ CO2ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആദ്യം ബാലൻസ് ചെയ്യണ്ടേ, ഇക്വേഷനെ ബാലൻസ് ചെയ്യണ്ടേ. CH4 4 ഹൈഡ്രജൻ, അപ്പോൾ 2H2O എന്നാക്കണം ഇവിടെ. യെസ്, CO2 ബാക്കിയൊക്കെ ബാലൻസ്ഡ് ആണ്. ഇല്ല, 2O2. ഓക്കെ, CH4 + 2O2 gives CO2 + 2H2. ഇക്വേഷൻ ആദ്യം ബാലൻസ് ചെയ്യണം. ഓക്കെ, ദെൻ CH4ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -74.85. അത് എഴുതി നമ്മൾ. ഓക്സിജന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ മക്കൾക്ക് അറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റേറ്റാ, O2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റേറ്റാ. സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളുകളുടെ ഫോർമേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ 0 ആണ്. സോ അത് തന്നിട്ട് അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ തരാനത്. ദെൻ CO2ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -393.5. H2Oന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. H2Oന്റെ വാല്യൂ -286 ആണ്. പക്ഷേ 2 H2Oന്റെ വാല്യൂ ചെയ്യണം. അപ്പം 2 × -286. സോ മക്കളെ, ഇത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് റിയാക്റ്റിന്റെ വാല്യൂ കിട്ടും. സോ നിങ്ങൾക്ക് ടോട്ടൽ എൻതാൽപ്പി കാണാൻ, ഡെൽറ്റ എച്ചിന്റെ ടോട്ടൽ വാല്യൂ കാണാൻ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ചെയ്താൽ മതി. സോ മക്കളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, -286.2 പ്ലസ് -393.5 അത് തമ്മിൽ ആഡ് ചെയ്യുക. അത് പ്രൊഡക്റ്റിന്റെ വാല്യൂ മൈനസ് ഇനി റിയാക്റ്റിന്റെ വാല്യൂ എത്രയാ, -74.85. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ആൻസർ കിട്ടും. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ -890.65 എന്ന് കിട്ടണേ. ഇത് നിങ്ങൾ പിന്നെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, യെസ്, സെറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. What is entropy? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ്. അത് നമ്മൾ ചെയ്തു. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം സെക്കൻഡ് ലോ എന്ന് പറയുന്ന ടേം തന്നെ എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ഓൾവേസ് ഇൻക്രീസസ് ഫോർ എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മക്കളെ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ മക്കളെ? എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി അഥവാ ഡിസോർഡർനെസ്. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിന്റെ ഡിസോർഡർനെസ്, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസസ്. ഓൾവേസ് ഇൻക്രീസിങ്. ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഈസ് ഓൾവേസ് ഇൻക്രീസിങ് for every spontaneous process. For every spontaneous process. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. റെഡി? ഫോർ എവറി സ്പോണ്ടേനിയസ് പ്രോസസ്സിനും നിങ്ങളുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കും. യെസ്, ദെൻ റൈറ്റ് ഹൗ സ്പോണ്ടേനിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഗിബ്സ് എനർജി ചേഞ്ച്. ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ ജി.
ഡെൽറ്റ ജി സ്പോണ്ടേനിറ്റിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വെരി സിമ്പിൾ അല്ലേ ആൻസർ. അഥവാ നിങ്ങൾക്കറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കും സ്പോണ്ടേനിയസ്. അതേസമയം ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ വിളിക്കും നോൺ സ്പോണ്ടേനിയസ്. അതേസമയം ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ വിളിക്കും ഇക്വിലിബ്രിയം. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ വിളിക്കും ഇക്വിലിബ്രിയം. 7th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു എന്താണെന്നാണ് ചോദ്യം. എപ്പം ഇഫ് 100 കിലോ ജൂൾ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് ഔട്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ നിന്ന് 100 കിലോ ജൂൾ എനർജി റേഡിയേറ്റഡ് ഔട്ട് പുറത്തേക്ക് പോകാൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമൊക്കെ മൈനസ്. സോ 100 കിലോ ജൂൾ എനർജി പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് പോയി എന്നാണ് അർത്ഥം. യെസ്, ഔട്ട് വിതൗട്ട് ഡൂയിങ് എനി വർക്ക്. സോ വർക്ക് 0. സോ മക്കളെ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ Q പ്ലസ് W മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W. W ഇവിടെ 0 ആണ്. സോ ഡെൽറ്റ യു ഈക്വൽ ടു Q, വിച്ച് മീൻസ് ഡെൽറ്റ യു ഈക്വൽ ടു എന്ത് വരും? -100 കിലോ ജൂൾ. റെഡി? വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ. The equilibrium constant for a reaction is 5. Equilibrium constant തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് എന്താണ് തന്നത്? Kc ആണ് തന്നത്. What will be the value of delta G0? എന്താണ് ഡെൽറ്റ G0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡെൽറ്റ G0 ഈക്വൽ ടു -2.303 RT log Kc. Then -2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ അതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8.314 ഇൻറ്റു ടെമ്പറേച്ചർ അതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 ഇൻറ്റു ലോഗ് Kc, വിച്ച് മീൻസ് ലോഗ് 5. ഇതങ്ങ് കൊടുത്താൽ your answer will be here. So log 5ന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടും -4014 ഇൻറ്റു 9.8 ജൂൾ പെർ മോൾ ആണേ. കാരണം ആറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിനിലാണ് തന്നത്. സോ ഇവിടെ ജൂൾ, കിലോ ജൂൾ വരില്ല, ജൂളാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി കിലോ ജൂൾക്കാക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി -4.014 എന്ന് പറഞ്ഞ രൂപത്തിലും ആക്കാം. റെഡി? അപ്പോൾ കിലോ ജൂൾ പെർ മോൾ ആവും. ഓക്കെ, റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ ആർ 40.63 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ് തന്നത്. ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തിയത് എൻതാൽപ്പി ചേഞ്ച്. ദെൻ എൻട്രോപ്പി ചേഞ്ച് 108 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി. മക്കളെ ഫീസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോണ്ടേനിറ്റി എന്താണെന്ന് അറിയാനാണ്. സ്പോണ്ടേനിറ്റി കാണണമെങ്കിൽ നിങ്ങൾ എന്ത് കാണണം? ഡെൽറ്റ ജി കാണണം. റെഡി? സോ ചോദ്യം എന്താണ്? ഡെൽറ്റ ജി കാണാനാണ്. യെസ്, അപ്പോൾ ഡെൽറ്റ ജി കാണണം. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും തന്നാൽ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. റെഡി? സോ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കിലോ ജൂളിലും ഡെൽറ്റ എസിൻ്റെ വാല്യൂ ജൂളിലുമാണ് തന്നത്. ഒന്നെങ്കിൽ രണ്ടിനെയും ജൂൾക്ക് മാറ്റണം, അല്ലെങ്കിൽ രണ്ടിനെയും കിലോ ജൂൾക്ക് മാറ്റണം. മക്കളെ ജൂളിനെ അല്ലെങ്കിൽ കിലോ ജൂളിനെ ജൂൾക്ക് മാറ്റാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 10³ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. സോ മക്കളെ നമ്മുടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 40.63 ഇൻറ്റു 10³ ജൂളാക്കി മാറ്റുന്നു, ജൂൾ പെർ മോളാക്കി മാറ്റുന്നു. റെഡി? സോ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 40.63 ഇൻറ്റു 10³ യെസ്, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കൊടുത്തു. മൈനസ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് മീൻസ് 300 കെൽവിൻ. സോ 300 ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ 108.8 ജൂൾ തന്നെ മതി. ജൂൾ 108.1 അല്ല, അവിടെയല്ല ബ്രാക്കറ്റ്. യെസ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ കിട്ടും സുഹൃത്തുക്കളെ. സോ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയത്? ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 7990 ജൂൾ പെർ മോൾ. സോ പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണ് കിട്ടിയത്. സോ നമ്മൾ വിളിക്കും ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്, അഥവാ നോട്ട് ഫീസിബിൾ ആണ്.
ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും നോൺ സ്പോണ്ടേനിയസ്. റെഡി? മൈനസ് ആയിരുന്നെങ്കിൽ, നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം സ്പോണ്ടേനിയസ്. ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. നോക്കിയേ, CH3OHന്റെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കാണണം. എങ്ങനെയാണ് CH3OHന്റെ ഫോർമേഷൻ എൻതാൽപ്പി എഴുതുക മക്കളെ? CH3OHന്റെ ഫോർമേഷൻ എഴുതണമെങ്കിൽ ആദ്യം CH3OH ഉണ്ടാവണം. യെസ്, CH3OH ഫോം ചെയ്യണം. ഫോം ചെയ്യുന്നത് എപ്പോഴും എത്ര മോളായിരിക്കണം? 1 മോളായിരിക്കണം. അതാണ് ഫോർമേഷൻ എൻതാൽപ്പിയുടെ മെയിൻ പ്രത്യേകത. സോ CH3OH ഫോം ചെയ്യണം. ഫോം ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? CH3OHത്തെ എലമെന്റിൽ നിന്ന്. CH3OHൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബണിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് C സോളിഡ്, ഹൈഡ്രജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് H2 ഗ്യാസ്, ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് O2 ഗ്യാസ്. അഥവാ ഫോം ചെയ്യുന്നത് സ്റ്റേബിൾ സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കണം. അത്രയും നിങ്ങൾക്ക് അറിയാം. ദെൻ കാർബൺ 1, റിയാക്ടറിലും പ്രോഡക്റ്റിലും 1. ഹൈഡ്രജൻ്റെ ബാലൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, എണ്ണം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യണം 2H2. ദെൻ ഓക്സിജൻ ഇവിടെ 1, ഇവിടെ 2. ഓക്സിജൻ ഒരു സൈഡിൽ 1ഉം ഒരു സൈഡിൽ 2ഉം. പ്രോഡക്റ്റിൽ 1ഉം റിയാക്ടറിൽ 2ഉം. അപ്പോൾ റിയാക്ടറിൽ നമ്മൾ ഹാഫ് ഇട്ട് കൊടുക്കും, ഹാഫ് 2. പ്രോഡക്റ്റിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂല. പ്രോഡക്റ്റിൽ ഇട്ട് കൊടുത്താൽ പിന്നെ 2 മോളാവും. നമുക്ക് എപ്പോഴും 1 മോളെ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഇതാണ് ഇക്വേഷൻ. C + 2H2 + ½ O2 CH3OH. ഇതിൻ്റെ വാല്യൂ ആണ് മക്കൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഡെൽറ്റ H ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആരാ വേണ്ടത്? C വേണം. നമുക്ക് ആദ്യം വേണ്ടത് C വേണം. നോക്കിക്കേ, C ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. റെഡി. C ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. C ഈ ഇക്വേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2 C ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 ഞാൻ എടുക്കുന്നു. എനിക്ക് വേണ്ട C ഇക്വേഷൻ നമ്പർ 2 സോ ഇക്വേഷൻ നമ്പർ 2 ഞാൻ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിലേക്ക് പ്ലസ് ചെയ്യുന്നു. ആരെ? ഇനി എനിക്ക് വേണ്ടത് 2H2 ആണ്. എനിക്ക് വേണ്ടത് 2H2. ഇക്വേഷനിൽ എവിടെയെങ്കിലും H2 ഉണ്ടോ? ഇക്വേഷനിൽ H2 ഉണ്ട്, പക്ഷേ 2H2 ഇല്ല. സോ ഇക്വേഷൻ നമ്പർ 3 ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ നമ്പർ 3 ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തിനാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? അപ്പോഴേ എനിക്ക് 2H2 ആവുള്ളൂ. അപ്പം മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ വാല്യൂവിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇക്വേഷൻ നമ്പർ 3 ഞാൻ എടുക്കുന്നു. എന്നിട്ട് ആ ഇക്വേഷൻ നമ്പർ 3 ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ പ്ലസ്. സോ എനിക്ക് C കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എടുത്ത് C കിട്ടാൻ വേണ്ടി ഇക്വേഷൻ നമ്പർ 2 എടുത്തു. അതിലേക്ക് ഇക്വേഷൻ നമ്പർ 3 ആഡ് ചെയ്തു. എങ്ങനെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 2H2 കിട്ടി. ഇനി ഹാഫ് O2 കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് O2 നോക്കിയാൽ എല്ലാ ഇക്വേഷനിലും O2 ഉണ്ട്. ഇവിടെ ഇക്വേഷനിൽ O2 ഉണ്ട്, ഇവിടെ ഇക്വേഷനിൽ O2 ഉണ്ട്, ഇവിടെ ഇക്വേഷനിൽ O2 ഉണ്ട്. സോ O2 കിട്ടാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഇക്വേഷനിലും O2 ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ആഡ് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. O2നെ നിങ്ങൾ നോക്കണ്ട. ദെൻ CH3OH. എനിക്ക് കിട്ടേണ്ടത് പ്രൊഡക്റ്റിലുള്ള CH3OH എവിടെയെങ്കിലും ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ CH3OH ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1 CH3OH ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഇക്വേഷൻ നമ്പർ 1 റിയാക്ടൻ സൈഡിലാണ് CH3OH. എനിക്ക് വേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1 റിവേഴ്സ് ചെയ്യും. എങ്കിലേ CH3OH അപ്പുറത്തേക്ക് പോകുള്ളൂ. റിവേഴ്സ് ചെയ്യുമ്പം ഈ വാല്യൂ റിവേഴ്സായി പ്ലസ് ആവും. അതിൻ്റെ വാല്യൂ റിവേഴ്സായി പ്ലസ് ആവും. റെഡി? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 ഞാൻ റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. സോ മക്കളെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ്? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആൻസർ ഷീറ്റിൽ ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുമ്പോൾ 2 എടുത്ത് എഴുതുക. ഇക്വേഷൻ നമ്പർ 3 × 2 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുത്ത് എഴുതുക. ഇക്വേഷൻ നമ്പർ 1 റിവേഴ്സ് ചെയ്തിട്ട് എഴുതുക. ഞാനത് ഈസിയാക്കി കാണിച്ചു എന്നേ ഉള്ളൂ ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2ൻ്റെ വാല്യൂ -393 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 × 2 മൂന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ വാല്യൂ. സോ -286 × 2 അല്ലേ? പ്ലസ് ഇക്വേഷൻ നമ്പർ 1 റിവേഴ്സ് ചെയ്ത വാല്യൂ. ഇക്വേഷൻ നമ്പർ 1ൻ്റെ വാല്യൂ -726 ആണ്. അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ +726. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. സോ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടി? -239 എന്ന് കിട്ടണം. -239 കിലോ ജൂൾ പെർ മോൾ. കാരണം ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കിലോ ജൂൾ പെർ മോളിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസറും കിലോ ജൂൾ പെർ മോൾ. ചെയ്തത് എങ്ങനെയാണ് മനസ്സിലായല്ലോ? എളുപ്പത്തിലാണ് ഞാൻ ചെയ്തത്. മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ 2 ഇട്ടിട്ട് വട്ടം വരച്ച പോലെ എഴുതിയ പോലെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് ആ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതണം. ഈ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതുക നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ. ഇക്വേഷൻ നമ്പർ 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഇങ്ങനെ എടുത്ത് എഴുതണം. 2 × എന്നൊക്കെ പറഞ്ഞിട്ട്
ഇക്വേഷൻ നമ്പർ 1 റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ തിരിച്ചെഴുതണം, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ഇത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂയും കിട്ടും, അഥവാ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂയും കിട്ടും. റെഡി? ദെൻ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ തെർമോഡൈനാമിക്സിലെ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ടച്ച് ചെയ്ത് വരുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫോർ യു. ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് തരേണ്ടത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുക. ആരൊക്കെ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ടെന്ന് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. താഴെ 4 പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അതിന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കാം. സോ അടിപൊളിയായിട്ട് ഫുൾ സ്പീഡിൽ ആൻസർ എഴുതി കറക്റ്റാക്കി എഴുതിയിട്ടുള്ളുക. പുതിയ ചാപ്റ്ററിലെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.